നെല്ലിയമ്പതി എസ്റ്റേറ്റ് ആൻഡ് ഫാം വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടത്തി. തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി നിയമത്തിൽ മാറ്റം വരുത്തണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു. നിലവിലുള്ള നിയമത്തിൽ 15 ദിവസമാണ് ഗ്രാറ്റുവിറ്റിയായി നൽകുന്നത്. പകരം 1 മാസത്തെ ശമ്പളം ഗ്രാറ്റുവിറ്റി അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആകെ തുകയുടെ അനുസൃതമായി ബോണസ് നൽകണം. തൊഴിലാളികൾക്ക് ബോണസ് നാമമാത്രമായ തുകയായി മാറുന്നു. തോട്ടം തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനു ഭാഗമായി 2 യൂണിറ്റുള്ള വീടുകൾ തുടങ്ങാൻ അനുവദിക്കണമെന്നും തൊഴിലാളികൾക്ക് ചികിത്സാ സൗകര്യം മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റണമെന്നും സ്വന്തമായി സ്ഥലവും വീടും അതാത് തോട്ടത്തിൽ തന്നെ തൊഴിലാളികൾക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ തോട്ടം മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നും വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. നെല്ലിയമ്പതിലെ തോട്ടം മേഖലയിൽ നിരവധിയായ പ്രതിസന്ധികളും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകുന്നതിലും തോട്ടം മാനേജ്മെന്റ് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നത്. പ്രൊവിഡന്റ് ഫണ്ട് വിഹിതം അടയ്ക്കുന്നില്ലെന്നും ചികിത്സാ സൗകര്യം നിഷേധിക്കുന്നുവെന്നും സമ്മേളനം ആരോപിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകുന്നില്ല. അഡ്വക്കേറ്റ് എച്ച് രാജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എം ഷിബു അധ്യക്ഷനായി. പി രാമദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. NG മുരളീധരൻ നായർ, KC ജയപാലൻ, ഹരിദാസ്, സുകുമാരൻ, A പരമൻ, K ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി NG മുരളീധരൻ നായരെ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി P രാമദാസനെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി MR സുകുമാരൻ, ബിന്ദു ഭാസ്കർ, V മോഹനൻ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി G സതീഷ്, പരമൻ, ഷിബു എന്നിവരെയും ട്രഷററായി കറുപ്പസ്വാമിയും തിരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.